ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ ദിവസം. ഇന്നൊരു പണിയില്ലാത്ത വ്ളോഗാണ്, നല്ല രസമുള്ള വ്ളോഗാണ്. ഉച്ചക്ക് നീച്ചപ്പോൾ തന്നെ ടേബിൾ മോറി പോയി. ഇതെന്താ പറയുക, കുറച്ചു പറഞ്ഞുതരാം. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭാവി ഭാര്യയെ കുറിച്ച് ആലോചിച്ച് കുറച്ചു സോഫി കടന്ന് അപ്പോൾ തന്നെ എന്റെ സട്ടക്കൂട് മുമ്പ് നല്ല പിസ മാറി ആംപ്ലേറ്റ് അടിച്ചിരിക്കണം. ഇത് പൊറാട്ട. ഇത് തന്നെ നേരത്തെ പേപ്പറിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ ഒരു പണിയില്ലാതിരിക്കുമ്പോഴേക്കാരും കാർ കേൾക്കാൻ ഒരു തോന്നൽ വരും. അപ്പൊ കാർ കേൾക്കാൻ വേണ്ടി പോയി നോക്കി. ഓ എത്ര ലജ്ജാവഹം, എന്ത് അഴുക്കോട് കൂടിയിട്ടാണ് എന്റെ കാർ പോർച്ചിൽ കിടക്കുന്നത്. കാർ കേൾക്കാൻ വേണ്ടി ബക്കറ്റ് എടുക്കാൻ വേണ്ടി പോയത്. പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞാൽ സംഗതി 6 സെന്റ് ഉള്ളെങ്കിലും 4 സെന്റിന്റെ മാന ചെടിയാണ്. അല്ല പാപ്പ, നിങ്ങൾക്ക് ഞാനാണ് മകൻ, അത് കോഴിക്കളാണ് മക്കള്. ഈ കോഴിക്കളോട് സ്നേഹം കണ്ടതോ നിന്നൊക്കെ വള്ളപ്പൊക്കത്തുനിന്ന് കിട്ടിയാണ്. ഓ മൈ ഗോഡ്, ഞാൻ എന്തേ കാണുന്നത്? ഈ വീട്ടിലൊരു കൊല നടന്നിരിക്കുന്നു. അതെ, കൊലയാളിന്റെ വാപ്പ തന്നെ. പിന്നെ എന്റെ മാന ചെടികളൊക്കെ കേടുത്തതിന് സ്നേഹസമ്പന്നമായ എന്റെ വാപ്പ വെറുതെ ഇരിക്കും. ഇതെന്താരോ, പണ്ടിന്റെ വാപ്പാനോട് കാക്കാണ് ഒച്ചപ്പാടുണ്ടാക്കി എന്റെ മൂച്ചിപ്പിരാന്തോട് ഉണ്ടാക്കി എന്റെ ഗപ്പിക്കോളം. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ? 10 കൊല്ലം 4 ഗപ്പിനിട്ട് ഞാൻ മൈൻഡാക്കാതെ പോയത്. നിങ്ങളിപ്പോ കൂട്ടുകുടുംബ കയ്യിൽ ഫുൾ സെറ്റ് ആയി നിൽക്കല്ലേ. കാറേക്കാൻ ബക്കറ്റ് എടുക്കാൻ വേണ്ടി പുറത്തെ ബാത്റൂമിൽ കയറിയപ്പോൾ ഓർമ്മ ഇവിടുന്ന് എത്ര ഞാൻ കോരി കുളിച്ചിക്കണം, എത്ര എന്റെ വാപ്പിനെ കുളിപ്പിച്ചു ഇവിടുന്ന്. ഇതാണ് പെരിയത്തെ കിണർ. എത്ര വട്ടം ഞാൻ കോരി കുളിച്ചിക്കണോ, മനഃപൂർവ്വം ചെറുപ്പത്തിൽ എത്ര വട്ടം ഞാൻ സോപ്പ് തീ കിട്ടണോ അറിയോ. ചന്ദ്രിക സോപ്പൊക്കെ മീൻ മുണങ്ങിയിട്ടുണ്ടാവും. വാപ്പാറിന് എന്തായാലും വീഡിയോ എടുക്കില്ല. എന്നാൽ ഇതിന്റെ മേലെ നിന്റെ പച്ചക്കറി കൃഷിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്. എന്താ ചെയ്യാ, വാപ്പാന് സന്തോഷം, അത് നമുക്ക് വലുത്. വാപ്പാറിന് മനസ്സിലല്ലേ, ഈ പൂട്ടിക്കണത് അമേരിക്കയാണ്, നേരെ മുമ്പിൽ ഇതാണ് വെണ്ടക്ക് കാഴ്ചക്കുന്നത്. തൊട്ടപ്പുറത്ത് എന്റെ പേരത്ത് സിൽക്ക് സ്മിത മതിൽമകൂടെ ഫാഷൻ ഷോ നടത്തണം. സ്നേഹസമ്പന്നമായ അയൽവാസികളാണ് എന്റെ പേരന്റെ ചുറ്റോടിറ്റു. ഈ കല്ലുമങ്ങ ചവിട്ടി നോക്കുമ്പോൾ ടോവിനോ മിന്നൽ മുരലിൽ പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ നാടിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ, ഇവിടെ കാവലായി നിൽക്കേണ്ടവൻ. എന്താ ചെയ്യാ, സെൽ ബാറ്ററി ഫേമസ് ആയതിനു ശേഷം നാട്ടുകാർക്ക് ഇതിനെ കുറിച്ച് ഭയങ്കര മതിപ്പാ. അല്ല പിന്നെ നമുക്ക് വണ്ടി കണ്ടിട്ട് ടെറസ് നിങ്ങട്ട് ഇറങ്ങിക്കാം. ബക്കറ്റ് കൊണ്ടു വണ്ടി ആദ്യം ഫുള്ളൊന്ന് വെള്ളം അടിച്ചു. ഇതിപ്പോ നിങ്ങൾ എന്താ കാണുന്നത്? ആദ്യം ഇൻട്രോ എടുക്കാൻ വേണ്ടി എന്റെ മോത്ത് ഞാൻ മനഃപൂർവ്വം പതാക്കിയത്. നിങ്ങൾ കാണാതെ പോയത് എന്റെ കഷ്ടപ്പാടല്ലോ. പിന്നെ കേക്കിലോട് കാറിന് എത്ര അലമ്പായി കിടന്നാലും കാറിന്റെ അലോയങ്ങൾ മസ്റ്റ് എപ്പോഴും നല്ല ക്ലീൻ ആക്കുക. ഫോണോട് ചാരിച്ച് കാണാൻ ഒന്നും അറിയാത്തവരുമാര് വണ്ടി ഇങ്ങനെ തുടക്കുക. ഒറ്റക്കുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് നോക്കിയാ ഞാൻ. മാഷാല്ലാ, എന്ത് രസമല്ല എന്റെ വണ്ടി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക, ഫോളോ ചെയ്യുക.